ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ 19 വയസ്സുകാരനായ സാഹിൽ ലോച്ചബിന് പെല്ലറ്റ് കൊണ്ട് പരിക്കേറ്റ സംഭവത്തിൽ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥിക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്കും കുത്തിയിരിപ്പ് ധർണയ്ക്കും ഒടുവിലാണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. പരാതിക്കാരനായ സാഹിൽ ലോച്ചബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ജൂലൈ 20-ന് ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ലാത്ത സാഹിൽ ലോച്ചബിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ സാഹിലിന്റെ കണ്ണുകൾക്കും വയറിനും ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലും എയിംസ് ട്രോമ സെന്ററിലും പ്രവേശിപ്പിക്കപ്പെട്ട യുവാവ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി ഇപ്പോഴും പൂർണ്ണമായി വീണ്ടെടുക്കാനായിട്ടില്ല. സാഹിലിന്റെ ശരീരത്തിൽ 200-ലധികം പെല്ലറ്റ് ചില്ലുകൾ തറച്ചു കയറിയതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 14-ന് സാഹിലും അഭിഭാഷകരും രേഖാമൂലം പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് നടപടിയെടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. കൊനാട്ട് പ്ലേസ്, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനുകൾക്കിടയിൽ പരാതിക്കാരെ തിരിച്ചയച്ച് പോലീസ് ഒളിച്ചുകളി നടത്തുകയാണെന്ന് അഭിഭാഷകർ ആരോപിച്ചു. എഫ്ഐആർ ഫയൽ ചെയ്യാൻ നിർദ്ദേശമില്ലെന്ന് കാട്ടിയാണ് പോലീസ് കേസെടുക്കാതിരുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ അമിത ബലപ്രയോഗം പരിശോധിക്കാൻ സുപ്രീം കോടതി ഒരു ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന കാരണമാണ് പോലീസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഫലം കാണുന്നത്. തുടർന്നാണ് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് രംഗത്തെത്തിയത്. സാഹിൽ ലോച്ചബിനൊപ്പം ആദ്യം മന്നിർബാഗ് പോലീസ് സ്റ്റേഷനിലെത്തിയ അദ്ദേഹം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ DCP ഓഫീസ് പ്രവർത്തിക്കുന്ന പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി DCP സച്ചിൻ ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തി. എഫ്ഐആർ ഫയൽ ചെയ്ത നമ്പരും കൈമാറാതെ പിന്മാറില്ലെന്ന് വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് ധർണ ആരംഭിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി വദ്ര, ജയറാം രമേശ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. മണിക്കൂറുകൾ നീണ്ട ധർണയ്ക്കൊടുവിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി സാഹിലിന്റെ ശരീരത്തിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത പെല്ലറ്റ് ചില്ലുകൾ ഉള്ളംകൈയിൽ വെച്ച് പരസ്യമായി ഉയർത്തിക്കാട്ടി. സാഹിലിന്റെ ശരീരത്തിൽ 200-ലധികം പെല്ലറ്റുകൾ തറച്ചിട്ടുണ്ടെന്ന് എയിംസിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതം അദ്ദേഹം വെളിപ്പെടുത്തി. എഫ്ഐആർ ഇടുന്നതുവരെ 30 ദിവസം വേണമെങ്കിൽ 6 മാസവും സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധം ശക്തമായതോടെയാണ് സാഹിലിൽ നിന്നും മെഡിക്കൽ രേഖകളും പരാതിയും സ്വീകരിച്ച് കേസെടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറായത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണം ഡൽഹി പോലീസ് നിഷേധിച്ചിട്ടുണ്ട്. സാധാരണയായി CRPFന്റെ റൈറ്റ് ആക്ഷൻ ഫോഴ്സ് ഉപയോഗിക്കുന്ന പെല്ലറ്റ് തോക്കുകൾ ഈ പ്രതിഷേധത്തിനിടെ ഉപയോഗിച്ചു എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭരണകൂടം വിഷയം തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചപ്പോൾ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെ മാരകായുധങ്ങൾ പ്രയോഗിച്ചതിനെതിരായ നിയമപോരാട്ടം ശക്തമായി തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്.